നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമായ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ. ജയമിയലാത്തോ ഉന്നതമോസ്ലേം പ്രാപിപ്പതിനായി നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയുന്നീ ശരവംകുരമോ ലോകവുമതിരേ ചെടികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ. ജീവൻ പകരും കുരിശിന് വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ കൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. ദൃശ്യങ്ങൾ സകലം തീർത്തോനെ നാഥ സകലേശ. നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടെ മേൽ കൃപ നീ ചിന്തണമേ. ആദ്യം മുതൽ അന്തം വളരെല്ലാം എല്ലാം അറിയുന്നു. ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയുന്നേ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു. സ്ഫുടമായി മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ. പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥ കനിവോടെ തൃക്കൺ പാർക്കണമേ. കണ്ണുനീര് കൊണ്ട് എന്റെ കിടക്ക് ഞാൻ നനച്ചു. നാഥ പാപിനിയാം മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ ഹൃദയം തളയിതമായി സഹതാപാകുലമാൻ ഹൃദയവൾ കരുളി. കർത്താവേ കാരുണ്യം വർഷിക്കണമേ. പശ്ചാത്താപത്താൽ കൊള്ളും കണ്ടു കഴിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെങ്കിൽ ചൊരിയണമഖിലേശ. നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വെച്ചു. തീർത്തോ പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തോ ജീവനതിൽ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയിൽ
ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമം ധന്യമാകുന്നു. പ്രതിയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. തരംഗപ്രഭയിൽ അവരുടെ മൊഴി ചിന്നും. അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടി ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദേവിയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായി പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയനാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമുദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയവാലകരുമായ പുരോഹിതരെ, ദേവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോടുണ്ടായിരിക്കും. സ്വർഗരാജ്യത്ത് നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, ദേവാലയത്തിലെ കർമ്മങ്ങൾ തീരുകയാണ്. ബാക്കിയുള്ള കർമ്മങ്ങൾ നടത്തപ്പെടുന്നത് നമ്മുടെ സെമിത്തേരിയിൽ വെച്ചിട്ടായിരിക്കും. എല്ലാവരും എത്രയും പെട്ടെന്ന് വിലാപയാത്രയായിട്ട് തന്നെ സെമിത്തേരിയിലേക്ക് പോകണമെന്ന് പ്രത്യേകം ഈ നിമിഷം ഓർമ്മിപ്പിക്കുന്നു. വയലിൽ പുലരും പുൽക്കൊടി പോലെ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം. ആകാശത്തിൽ സീമകളെല്ലാം മുഖരിതമാകും. ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും.
പുരുഷന്മാരന്തരമേലാം ഉത്ഥാനത്തിൽ ഇനിയും വേലാളിതനായി വരുമേധരയിൽ പുരുഷൻ പ്രഭയാൽ പരിവേഷിതനായി ആകാശത്തിൻ ദൂതന്മാരും ധരവേദരും അക്ഷമരായി നിന്നാഗമ ദിവസം കാത്തുകഴിപ്പോ വീട്ടജമാനൻ പ്രതിഫലമേക എത്തും ദിവസം വേഗം പുലരാ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പോ നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണിനിൽക്കുന്നു. കർത്താവേ, നിന്റെ ദാസയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായിൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സോപ്പാക്കൊണ്ട് നീ എന്നെ തളിക്കുകയും ഞാൻ നിർമ്മലനാകുകയും കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലമ്പാകേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമെന്നീർക്കനീണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോമിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ, ആമേൻ. ഉദ്ഘോഷിക്കുവിൻ. സർവേശ്വര നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോട് കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൻ ദാസേവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മണിഞ്ഞൊരുവൻ മഹിമാതിഥിയോടെ. കർത്താവിൻ ദാസേവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമാതിഥിയോടെ. നിർമ്മല ചരിതരളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താം. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ. കാട്ടരുവെ തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചറിയർപ്പിക്കുന്നവന് നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവെ തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ നിരാശപ്പെടുന്നു, നീ കലരുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുവെ തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചറിയർപ്പിക്കുന്നവന് നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്നവർ സ്ഥലത്തേക്ക് യാമിച്ചിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ വ്യക്തിയെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംസ്കാര ശുശ്രൂഷയുടെ എല്ലാ കർമ്മങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. അവസാനമായിട്ടുള്ളത് അന്തിമോപചാരം അർപ്പിക്കുന്ന കർമ്മമാണ്. കുടുംബാംഗങ്ങളൊന്ന് മാറിയെന്നാൽ അവർക്ക് അന്തിമ ചുംബനം നൽകാനുള്ള അവസരം ലഭിക്കും. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഇനി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുന്തിരിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടിട്ട് കണ്ടിട്ട് പോകാവുന്നതാണ് കേട്ടോ. കുടുംബാംഗങ്ങൾ അപ്പുറത്തേക്ക് വന്നത് അന്തിമ ചുംബനം നൽകാനുള്ളവർ അവിടെ സൈഡിലേക്ക് നിൽക്കുക. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കയറി ഒന്ന് കറങ്ങി പോകാനായിട്ട് പരിശ്രമിക്കുക കേട്ടോ.
ഇനി ആരെങ്കിലും ഉണ്ടോ അന്തിമ ചുമതല കൊടുക്കാൻ? പോക്കറ്റിലെ മൊബൈൽ ശ്രദ്ധിക്കട്ടെ, കുടി വീണോ? ടയർ കറക്റ്റായിട്ട് കൈയുള്ളവർ വിടണ്ട, കൈയുള്ളവർ മാത്രം ബാലൻസ് ചെയ്യും. ആ
നോക്കി Ini